എന്റെ ഇക്കൊക്കെ ഇങ്ങനെ ആനുണ്ടായിരുന്നു. ആനയോ? അത് വൈക്കം മുഹമ്മദ് ബഷീർ. അതിൽ നിന്നാണല്ലോ ഇത്. ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു എന്റെ കമ്പാരിസൺ? കമന്റ്സ് നന്നായി. ഒരു ഫീൽ ഗുഡ് മൂവി, അതാണ് മധുവിധു. അല്ല, ഫീൽ ഗുഡ് എന്ന് പറയുന്ന വാക്കില്ല. ഞാൻ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ മൊത്തം ഇറ്റ്സ് എ ഫാമിലി കോമഡി എന്റർടൈനർ. അവര് രണ്ടുപേരും എന്തെങ്കിലും ഒരു ഉപദേശം തന്നിരുന്നു സിനിമാ ലോകത്തേക്ക് എൻട്രി ചെയ്തപ്പോ? അങ്ങനെ വലിയ ഉപദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഉപദേശം ഒന്നും കേൾക്കുന്ന ഒരു കുട്ടിയല്ല. അങ്ങനെയല്ല. സഞ്ജുവിന്റെ കാര്യം സഞ്ജു പറഞ്ഞു കേട്ടോ. എന്നെ കുറിച്ച് പറയുന്നില്ല. ഷറഫുദ്ദീന്റെ ഡേറ്റ് ഓക്കെയാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞു. ഞാൻ ഓക്കെ. ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ട്, ഷറഫുദ്ദീൻ യൂണിവേഴ്സ്. അയ്യോ, ഷറഫുദ്ദീന്റെ നമ്പറുകളൊക്കെ ഒന്ന് കാണട്ടെ. ചേട്ടനെ പോലെയൊക്കെയാണ്. ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട സിനിമയ്ക്ക് എനിക്ക് കഥ കേൾക്കേണ്ട കാര്യമില്ല. ശ്രീനിവാസൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും. ഈ ടെൻഷനിൽ നിന്ന് റിലീഫ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് തന്നെ ജീവിതത്തിൽ ഭയങ്കര ടെൻഷൻ, അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാളും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞ് നിരാശയോടെ പോകുന്ന പ്രേക്ഷകരെ ഒരുപാട് പേരെ അറിയാം. കാശും കൊടുത്ത് കടിക്കുന്ന പട്ടിയും വാങ്ങിച്ച പോലെ ആയിപ്പോയി. അതിന്റെ ഓരോ അഭിനയവും ചേട്ടാ എന്താ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറയാനൊന്നുമില്ല. അടുത്ത ഷോട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇത്രയായിരിക്കും പറഞ്ഞത്, ചേട്ടാ അത് നന്നായിരുന്നു ചേട്ടാ, അതെ ആ ക്യാമറ അവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാസിംഗിൽ കിട്ടുന്ന ഒരു കോംപ്ലിമെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറയുന്നതാണ്. പ്രേക്ഷകർ ചോദിക്കാൻ തുടങ്ങി ഹ്യൂമർ വിട്ടോ? ഇല്ല, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഹ്യൂമർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോൺ കോൾ വരുന്നത്. ഈ വർഷത്തെ വേനലാവധി വിഷുക്കാലം എല്ലാം ആഘോഷിക്കാൻ തിയേറ്ററിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പടം മധുവിധുവിന്റെ കോർ ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു. നമസ്കാരം. താങ്ക് യു. ക്യാപ്റ്റനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ വിഷ്ണു? ഇപ്പൊ ആ പടത്തിന്റെ ട്രെയിലറും ഒക്കെ അല്ലെങ്കിൽ ടീസറും ട്രെയിലറും ഒക്കെ പുറത്തു വന്നപ്പം അതിന്റെ അടി വന്ന മൊത്തം കമന്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ സമ്മർ വെക്കേഷൻ ഒരു ഫീൽ ഗുഡ് മൂവി, അതാണ് മധുവിധു. അതാണ് ഫീൽ ഗുഡ് എന്ന് പറയുന്ന വാക്കില്ല. ഞാൻ അതിന്റെ അടി വന്ന കമന്റുകൾ മൊത്തം അത് ആരാണ്? എന്റെ ഫീൽ ഗുഡ് ഫാൻസ് ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്റർടൈനർ ആയിട്ടുള്ള റോംകോം ഫാമിലി എന്റർടൈനർ ആണ്. ഹ്യൂമർ ആളുകൾ ഉദ്ദേശിച്ച ഫീൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഫീൽ ഗുഡ് എന്ന് നമ്മൾ കറക്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഹ്യൂമേഴ്സും കുറച്ച് ഡെപ്ത് ഉള്ള ക്യാരക്ടറും അവരുടെ ഇമോഷൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിനിമ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, എന്റർടൈനർ ആയിട്ടുള്ള എല്ലാ ഹ്യൂമർ പരിപാടികളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളി ഒരു പ്രോഗ്രാമാണ്. ഇത് റോം കോം പ്ലസ് ഫാം കോം. അപ്പൊ നമുക്ക് അതും വിടാം, റോം കോം വിടാം. ഇറ്റ്സ് എ ഫാമിലി കോമഡി എന്റർടൈനർ. ഓക്കെ, എല്ലാം കൂടെ ഉള്ള ഒരു പടം. അതൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, അതൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മുടെ മധുവിധുവിന്റെ ഒരു തുടക്കം? ഇപ്പം വിഷ്ണുവിന്റെ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പം സെക്കൻഡ് ഡയറക്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മൂവികളൊക്കെ സൈഫൈ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ മധുവിധു അങ്ങനെ ആ ഒരു തീം എടുക്കാനുള്ള റീസൺ ആണ്? അല്ല, ബേസിക്കലി വർക്ക് ചെയ്ത ആദ്യ പടം സെക്കൻഡ് ഷോ ആണ്, ഡിക്യുവിന്റെ ഫസ്റ്റ് പടം. അതിനുശേഷം പിന്നെ ഈ സൈഫൈ നമ്മൾ ഒരുപാട് ജോണർ സിനിമയിൽ വർക്ക് ചെയ്യും, അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം മധുവിധുവിലേക്ക് വന്നത് ശരിക്കും ഒരു സിനിമ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ആണ്. ജയ് എൻ്റെ സുഹൃത്തായിരുന്നു, റൈറ്റർ ജയ് വിഷ്ണു. അപ്പം അങ്ങനെ ജയ് ഒരു ആക്ടറും കൂടാണ്. ആ സമയത്താണ് ഞാൻ ജയെ കണ്ടത്. ബേക്കറി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഞങ്ങൾ സ്ക്രിപ്റ്റ് തിരഞ്ഞപ്പം ജയോട് സംസാരിക്കുന്നു. അതിനുശേഷം മധുവിധു സബ്ജക്ട് എന്നോട് ബിബിൻ വന്ന് പറഞ്ഞു, റൈറ്റർ ബിബിൻ പറഞ്ഞപ്പോഴാണ് ഭയങ്കര എന്റർടൈനർ മാത്രമല്ല ഒരുപാട് ഫാമിലി ഇമോഷൻസും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കണക്ട് ആവും, എല്ലാവർക്കും കണക്ട് ആവും. അപ്പം അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. പിന്നെ അറിയാലോ, നല്ലൊരു പ്രൊഡക്ഷൻ, അതൊരു ബാങ്കബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വരുന്നു, പിന്നെ അത് പ്രൊജക്റ്റ് ആയിട്ട് ഷേപ്പ് ആയി. വിഷ്ണുവിനെ കുറിച്ച് ഞാൻ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിക്കും. അതിന് കാര്യം പറഞ്ഞുതരാം. കാരണം വിഷ്ണുവിന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന സിനിമ ഈ ടൈപ്പ് അല്ല, വേറെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ലാർജ് സ്കെയിലുള്ള മൂവി. അങ്ങനെ കൺസീവ് ചെയ്ത ഒരാൾ ഇങ്ങനെയുള്ള ഒരു കോമഡി കൈകാര്യം ചെയ്യുമെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ല. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഹാപ്പിയാണ്. ഈ രീതിയിൽ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഏത് ജോണറിലുള്ള മൂവിയും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ ജഗദീശേട്ടനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ജഗദീശേട്ടൻ ഒരു റീല് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം ജഗദീശൻ എന്തെങ്കിലും പറയുന്ന റീല് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പ് എന്തോ ഉണ്ട് ആ റീലിനകത്ത്. അതെന്താ നമ്മൾ പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് വിടും, ഒന്ന് നോക്കും എന്തോ പറയുന്നതെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ജഗദീശേട്ടൻ്റെ സിനിമകളും.
പണ്ടോട്ടെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്പം ജഗദീഷ് ചേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട്. അങ്ങനെ നോക്കി സെലക്ട് ചെയ്യുന്നതാണോ സിനിമകൾ? അല്ല, മുമ്പ് ഞാൻ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട സിനിമയ്ക്ക് എനിക്ക് കഥ കേൾക്കേണ്ട കാര്യമില്ല. ശ്രീനിവാസൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും. ഞാൻ പ്രോജക്റ്റാണ് എപ്പോഴും നോക്കുന്നത്, സംവിധായകൻ. ഇതിപ്പോൾ വിഷ്ണു അരവിന്ദ് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ വിഷ്ണു അരവിന്ദിനെ സിനിമ ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നാൽ വിഷ്ണു അരവിന്ദിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപടി മുകളിൽ ഷറഫുദ്ദീൻ അക്സെപ്റ്റ് ചെയ്ത സ്റ്റോറിയാണ്. അപ്പൊ ഷറഫുദ്ദീൻ ഷോൾഡർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ഷറഫുദ്ദീൻ എന്തായിരുന്നാലും ചേട്ടനെ പോലെയൊക്കെയാണ്. അല്ല കുറച്ച് ചൂസ് ചെയ്യാനുള്ള ഒരു ബേസിക് എന്തെങ്കിലും കഴിവില്ലാതെ അത് വിശേഷം ഷറഫുദ്ദീൻ്റെ എല്ലാ പടങ്ങളുടെയും ചോയ്സ് കറക്റ്റ് ആണെന്നല്ല. ഷറഫുദ്ദീൻ നായകനാവുന്ന പടങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാണില്ല. ഷറഫുദ്ദീൻ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. വരുന്ന പടങ്ങളെല്ലാം ഹീറോ പടങ്ങളെല്ലാം പുള്ളി അക്സെപ്റ്റ് ചെയ്യാറില്ല. നേരെ മറിച്ച് ചെറിയ വേഷങ്ങളാണെങ്കിലും പുള്ളി ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഹീറോ വേഷം ഷറഫുദ്ദീൻ, ഞാൻ ചോദിച്ചത് അതാണ്. ഷറഫുദ്ദീൻ്റെ ഡേറ്റ് ഓക്കെയാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞു. എങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി പറയുന്നത്. അല്ലാതെ ഞാൻ അതിൽ ഡൗട്ട് ഉണ്ടായില്ല. അപ്പോൾ പ്രോജക്റ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ സംവിധായകരാകാം, ചിലപ്പോൾ നിർമ്മാതാക്കളാകാം, ചിലപ്പോൾ അതിലെ ഹീറോ ആകാം, അതിൽ ചിലപ്പോൾ ബാക്കിയുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആവാം. ഇവരുടെയൊക്കെ ചോയ്സിൽ ഞാനും വിശ്വസിക്കുന്നു. അല്ലാതെ ഞാൻ ഈ യൂത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഇപ്പോൾ റൈറ്റേഴ്സായ ബിബിൻ ആൻഡ് ജയ വിഷ്ണു, സംവിധായകനായ വിഷ്ണു അരവിന്ദ്, ഇവരുടെ ചെറുപ്പക്കാരെന്ന നിലയിൽ ഇവരുടെ ആ ചിന്തകൾ നമ്മളെക്കാളുമൊക്കെ കറൻ്റ് ആയിരിക്കും, അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ചിന്തകളുടെ കൂടെ നമുക്ക് മൂവ് ചെയ്യാൻ സന്തോഷമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ അപ്രോച്ച്. ശരിക്കും ചേട്ടൻ എന്നെ കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഫോണിൽ കൂടെയാണ് ഒരു ഫോൺ നറേഷൻ കൊടുത്തത്, ഫോണിൽ കൂടെയാണ്. ഒരു നറേഷൻ കൊടുത്തത് ഫോണിൽ കൂടെയാണ്. അങ്ങനെയാണ് ഇന്നായത് ജഗദീഷ് ചേട്ടൻ. ഇതിലെ ജഗദീഷന്റെ കാസ്റ്റിംഗ് പറയുമ്പോൾ നമ്മള് ഷർഫക്ക എന്നുള്ളൊരു തീരുമാനമായി ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പം അടുത്തൊരു മെയിൻ കാസ്റ്റ് ഷർഫക്കയുടെ അച്ഛൻ ചെയ്യുന്ന ആൾ വേണം. അപ്പൊ അത് കാരണം ഈ വീടാണല്ലോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത്. അഞ്ചലിമൂട്ടിൽ തറവാടാണ് സെറ്റ് ചെയ്യുന്നത്. അവിടെ അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കിട്ടിയത്. പിന്നെ ഷർഫക്കായി, പിന്നെ ചിറ്റപ്പനും അച്ഛനുമാണ് വേണ്ടത്. ജഗദീഷേനും ജഗദീഷന്റെ അനിയനും വേണം. അപ്പം ഈ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യമേ നമ്മളിത് വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് പറയുമ്പോഴും വിഷ്ണു ചേട്ടൻ പ്രൊഡക്ഷൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോഴും എല്ലാം നമുക്ക് ജഗദീഷ് ചേട്ടൻ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തോ അധികം സഹായിച്ച് ചേട്ടൻ ആ സമയത്ത് ഡേറ്റ് ഫ്രീ ആയി. ചേട്ടൻ സബ്ജക്ട് കേട്ടപ്പോൾ താല്പര്യം തോന്നി. പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളൊരു വിശ്വാസം വന്നു, ജഗദീഷ് ചേട്ടൻ വന്നു. പിന്നെ അസൈസക്കയുടെ ക്യാരക്ടറാണെങ്കിലും അതുപോലെ നമുക്കൊരു 1-2 ഓപ്ഷൻസ്, വളരെ ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളായിരുന്നു അത് പറയാൻ. പക്ഷേ ഈ ഒരു കുടുംബം സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം അച്ഛനും മക്കളുമാണെന്ന് തോന്നണം. അപ്പം ജഗദീശനും ഷർഫക്കയും വരുമ്പോൾ ആ വൈബ് മാച്ചാവണം. ഏകദേശം ഒരു കാണാനെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ, ഇവരെ കണ്ട അച്ഛനും മക്കളും ഒന്ന് ഫീൽ ചെയ്യും. അപ്പൊ ഷർഫക്കയും വന്നു. പിന്നെ ഷർഫക്കയുടെ അനിയനെ കിട്ടുക എന്നുള്ളതായിരുന്നു ഒരു ചലഞ്ച്, ഇവരുടെ ജഗദീഷ് ചേട്ടന്റെ ഇളയ മകൻ. അപ്പൊ അത് നമ്മൾ ഓഡിഷൻ കോൾ ഇട്ടു, കാസ്റ്റിംഗ് കോൾ ഇട്ടു, ഒന്നും കുറെ പേര് ഓഡിഷൻ ചെയ്തു, തുരുതുര ഓഡിഷൻ ചെയ്തിട്ട് ഒന്നും സെറ്റ് ചെയ്യില്ല. പിന്നെ അവസാനം ഒരു ഇതിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ കിട്ടിയിട്ട് ഒരു പയ്യനെ കൂടെ വിടാം എന്ന് പറഞ്ഞിട്ട് വന്ന് ഓഡിഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പൊ അഭിനയിച്ചേക്കുന്ന അമലിനെ കിട്ടിയത്. അമല് ഡിയർ സ്റ്റുഡൻസിൽ നല്ലൊരു വേഷം ചെയ്തേക്കുന്ന സ്റ്റുഡൻസിൽ എന്റെ കൂടെ ചെയ്തിട്ടുണ്ട് അമല്. അപ്പൊ ഈ ഒരു ലോങ് ജേർണി പ്രോസസ്സിൽ സത്യം പറഞ്ഞാൽ മുമ്പ് വിഷ്ണു പറഞ്ഞാൽ എല്ലാം റൈറ്റ് ആയിട്ട് വന്ന് പ്ലേസ് ആയി. ഞാൻ 3 പടമായി. അപ്പൊ എനിക്ക് ഏറ്റവും എല്ലാം പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച കൂടുതൽ ആർട്ടിസ്റ്റിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് ഭയങ്കരമായി കിട്ടി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സായിച്ചേട്ടനാണെങ്കിലും നമുക്ക് ഏറ്റവും അവസാനമാണ് സായിച്ചേട്ടൻ. ഒരുപാട് ആർട്ടിസ്റ്റ് ഇങ്ങനെ മാറി ഞങ്ങൾ ഉറപ്പിച്ച് സായിച്ചേട്ടനെ വിളിച്ചാലും ഡേറ്റ് ഉണ്ടാവില്ല, കാരണം ഷൂട്ട് തുടങ്ങാൻ പോവാ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് സായിച്ചേട്ടന്റെ വേറെന്തോ മാറി നമുക്ക് ആ സമയത്ത് സായിച്ചേട്ടനെ കിട്ടി. കല്യാണിയുടെ കാര്യം പറയുകയാണെങ്കിലും ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് കല്യാണിനെ വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പിന്നെ ഈ സിനിമയുടെ കാര്യം വന്നപ്പോഴും നമ്മൾ പല ഓപ്ഷൻസ് ഇങ്ങനെ ആലോചിച്ച് അവസാനം പുതിയ ആള് വേണം എന്നുള്ള തീരുമാനമായി. പക്ഷെ അങ്ങനെ നമ്മുടെ കൂടെ എഴുതുന്ന ബിബിയുടെ ഫ്രണ്ടാണ് കല്യാണി. അപ്പം ഞങ്ങളിങ്ങനെ ബിബി ഇങ്ങനെ നമുക്ക് കല്യാണി ഉണ്ടല്ലോ എന്ന സാധനം, നമുക്ക് ഓഡിഷൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കല്യാണിനെ വിളിക്കുന്നു, നമ്മൾ ഓഡിഷൻ ചെയ്യുന്നു. അപ്പൊ എല്ലാം കറക്റ്റായി വന്ന് വീണു എന്നുള്ളത് ഒരു ഭയങ്കരമായ ഭാഗ്യമാണ്. സഞ്ജുവിന്റെ കാര്യമുണ്ട്. അല്ല, ഈ പടത്തില് പിന്നെ ത്രൂ ഔട്ട് ഒരു വേഷം ചെയ്തിരിക്കുന്ന സഞ്ജു മധു, യൂട്യൂബർ സഞ്ജുവാണ്. അപ്പൊ സഞ്ജു 3-4 പടമായി. അപ്പൊ സഞ്ജുവിനാണെങ്കിലും ഈ പടം അടൂർ പശ്ചാത്തലത്തിലാണ്. അപ്പൊ സഞ്ജു ബേസിക്കലി ഫ്രം അവിടാണ്. എന്നെ കുറിച്ച് പറയുന്നില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഞ്ജുവിന്റെ ഭാഷ നമുക്ക് കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ളവരും അവൻ പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഫോളോ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു മൊത്തത്തിൽ ആ മൂഡ് കൊണ്ടുവരാൻ അത് നല്ലതാണെന്ന് തോന്നി. പടം ഫ്രഷ് ആയിരിക്കുമെന്ന് തോന്നി. അപ്പൊ ആ ഒരു കോമ്പിനേഷനിൽ പടം ലാൻഡായി വന്നു. അതിൽ ഭയങ്കര സന്തോഷം. ഒത്തൊരുമിച്ച് വന്നു. ഇപ്പൊ റിലീസ് വിഷുവിനും എല്ലാം സെറ്റായി നിൽക്കുന്നു. ഇപ്പം ഷർഫിക്കയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെറ്റ് ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ തോൽവി FC, എൻ്റെ ഇക്കൊക്കെ അങ്ങനെ ആനുണ്ടായിരുന്നു. അങ്ങനെയുള്ള അത് വൈക്കം മുഹമ്മദ് ബഷീർ. അതിൽ നിന്നാണല്ലോ ഇത്. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എന്നെ ആക്ച്വലി ആ സിനിമ ചെയ്യാൻ ഏറ്റവും പ്രേരിപ്പിച്ച്
അതിന്റെ ടൈറ്റിലായിരുന്നു. എനിക്ക് ഭയങ്കര അത് എൻ്റെ അടുത്ത് ആ ഐഡിയ പറഞ്ഞ ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു 2 പിള്ളേർ എൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു. എന്റെ കഥയുടെ പേര് ഇങ്ങനെ എനിക്ക് ഭയങ്കര എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര അത് ആ ഒരു കാര്യം തന്നെയാണ്. പറയും ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ട്, ഷറഫുദ്ദീൻ യൂണിവേഴ്സ്. അയ്യോ അപ്പൊ ആ യൂണിവേഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ സിനിമയാണോ മധുവിധ്? തീർച്ചയായും. അത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ജഗദീഷ് ചേട്ടൻ പറഞ്ഞതിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ, ഇപ്പം നമ്മളിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഹീറോ ആയിട്ട് ചെയ്യുന്ന സിനിമകൾ എല്ലാവർക്കും ആ രീതിയിൽ ഇഷ്ടമാണ്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്പേസിലേക്കൊന്നും എത്തിയില്ലെങ്കിലും അതിലൊരു ഇഷ്ടം വരണം എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നമ്മൾ പണിയെടുക്കുന്നത് എന്ന് തോന്നാറുണ്ട്. അപ്പം ജഗദീഷ് ചേട്ടൻ ഇപ്പോൾ ഇവിടെ നിന്ന് അത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു കേട്ടോ. അപ്പം ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഇപ്പോൾ തീർച്ചയായും വിഷ്ണു ചെയ്യുന്ന ജയിൻ്റെയും ബിബിൻ്റെയും സിനിമയാണ്. അപ്പം അവർ ഡിസൈൻ ചെയ്ത് അവർ സെറ്റ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ പക്ഷേ എനിക്കൊരു ഇതുണ്ടാവുമല്ലോ, എൻ്റെ ഒരു ഗോൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ മധുരമനോരമോഹം സിനിമ ചെയ്തിട്ട് എനിക്ക് ആ സിനിമയ്ക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിനേക്കാൾ കൂടുതൽ ആ സിനിമയെ മൊത്തത്തിൽ ഇഷ്ടമായ കുറെ പേരുണ്ട്. അതിന്റെയും കോ റൈറ്ററാണ് ജയ് വിഷ്ണു. അപ്പൊ ആ ഓഡിയൻസ് എപ്പോഴും അങ്ങനത്തെ സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ തിയേറ്ററിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് മധുവിധ് തോന്നുന്നത്. ആ ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടം. അതല്ലാതെ തന്നെ ഇതൊരു ഈ പറഞ്ഞ പോലെ ഫാംകോം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി കോമഡി സിനിമയാണ്. ചിരിക്കാൻ ഒരുപാട് നിമിഷങ്ങളുണ്ട് ഇതിൽ. വളരെ സ്മൂത്താണ്, ഭയങ്കര ഒരു ഇതായിട്ടുള്ള സിനിമയല്ല, ഭയങ്കര കൂൾ സിനിമയാണ്. ഭയങ്കര മ്യൂസിക്കലായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഹിഷാമിന്റെ മ്യൂസിക്കും അതിനെ ഭയങ്കരമായിട്ട് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് സിനിമ. ഇപ്പൊ കല്യാണിയിലേക്ക് വരികയാണെങ്കിൽ, കല്യാണിക്കാണ് ലിറ്ററലി ഇത് ഫാമിലി മൂവി ആവുന്നത്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇവര് ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്. ഇപ്പം ആദ്യത്തെ സിനിമയാണ്. ആ സിനിമയിലേക്ക് വന്നപ്പോൾ അവര് രണ്ടുപേരും എന്തെങ്കിലും ഒരു ഉപദേശം തന്നിരുന്നു സിനിമാ ലോകത്തേക്ക് എൻട്രി ചെയ്തപ്പം? എല്ലാരും ഇത് തന്നെ എന്നോട് ചോദിക്കുന്നത്. അങ്ങനെ വലിയ ഉപദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉപദേശം ഒന്നും കേൾക്കുന്ന ഒരു കുട്ടിയല്ല. അങ്ങനെയല്ല, അത് കോൺടെക്സ്റ്റ് മാറി. ഇല്ല, അങ്ങനെ വലിയ ഉപദേശങ്ങളൊന്നും അല്ല. എന്താ പറയാ, ഏതൊരു കഥാപാത്രമാണെങ്കിലും അത് ഉൾക്കൊള്ളുക. അപ്പൊ എന്താണോ എങ്ങനെയാണോ പ്രതികരിക്കുക ഉൾക്കൊണ്ട് ചെയ്യുക, അത്രേ ഉള്ളൂ രണ്ടുപേരും പറഞ്ഞു തന്നത്. പിന്നെ ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ് ആദ്യത്തെ സിനിമയില് അച്ഛന്റെ മോളായിട്ട് തന്നെ. അതെ, അച്ഛന്റെ മോളായിട്ട് തന്നെ അഭിനയിക്കുക. പിന്നെ അമ്മയും ഉണ്ട് പടത്തില്. പിന്നെ നല്ലൊരു ബാനർ, നല്ലൊരു ഹീറോ, ഡയറക്ടർ, റൈറ്റേഴ്സ്, ജഗദീഷ് അങ്കിള്, അസീസ്ക, എവരിബഡി സീനിയർ ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് ബ്ലെസ്ഡ് ആണ് എല്ലാവരുടെയും കൂടെ ഫസ്റ്റ് മൂവി. ഇപ്പം ജഗദീഷ് ചേട്ടൻ നേരത്തെ യങ്സ്റ്റേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്നതിന്റെ ഒരു ഇത് പറഞ്ഞു. അപ്പം ജഗദീഷ് ചേട്ടൻ വർഷങ്ങളായിട്ട് ഇവരൊക്കെ ജനിക്കുന്ന സമയത്ത് സിനിമയിലുള്ള ആളാണ്. അപ്പം അന്നത്തെ ഒരു സെറ്റിലെ ഒരു ഇതും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷം നോക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്താണ്? അല്ല, കാലം എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാലം എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ, ഇന്ന് സിനിമ നമ്മളിതൊരു കോമഡി ഫിലിമാണെന്ന് പ്രൊജക്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പ്രേക്ഷകരുടെ താല്പര്യം ഏറ്റവും കൂടുതൽ കോമഡി സിനിമകളോടാണ്. അവർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? അവരുടെ ഹെക്റ്റിക് ലൈഫാണ്. മുമ്പ് ഈ കോമഡി സിനിമയോടൊപ്പം തന്നെ സീരിയസ് മൂവീസും ഒക്കെ കാണാൻ പ്രേക്ഷകരുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ലൈഫിൽ എടുത്തു നോക്കിയാൽ ഏത് ഫീൽഡിൽ നോക്കിയാലും ഡോക്ടേഴ്സിന് പണ്ടത്തെക്കാളും ടെൻഷൻ എന്നാണ്. കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. ആങ്കറിൻ്റെ കാര്യം എടുത്തു നോക്കൂ, TV മേഖല എടുത്തു നോക്കൂ, പണ്ടത്തേക്കാളും ചാലഞ്ചസ് കൂടുതലാണ്. അപ്പോൾ റിയൽ ലൈഫിൽ എല്ലാവരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വറി ചെയ്യുന്ന പാരൻസ്, കുട്ടികളുടെ കല്യാണ കാര്യത്തിൽ കൂടുതലായി വറി ചെയ്യുന്ന പാരൻസ്, ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയുമോ എന്നുള്ള വറി ചെയ്യുന്ന ഹസ്ബൻഡും വൈഫും. അപ്പോൾ എവിടെയും ഒരു ടെൻഷനാണ്. ഈ ടെൻഷനിൽ നിന്ന് റിലീഫ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് തന്നെ ജീവിതത്തിൽ ഭയങ്കര ടെൻഷനാണ്, അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാളും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞ് നിരാശയോടെ പോകുന്ന പ്രേക്ഷകരെ ഒരുപാട് പേരെ അറിയാം. കാശും കൊടുത്ത് കടിക്കുന്ന പട്ടിയും വാങ്ങിച്ച പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര നിരാശപ്പെട്ട് പോകുന്ന പ്രേക്ഷകരെ നമുക്കറിയാം. അപ്പോൾ അവിടെ ഒരു റിലീഫ്, ഒരു ആശ്വാസം, ഒരു പ്രതീക്ഷ, ഈ സിനിമയൊക്കെ ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. കോമഡിക്ക് അപ്പുറം നന്മയുടെ ചെറിയ 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 കാര്യങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വലിയ മെസ്സേജൊന്നും അല്ല കൊടുക്കുന്നത്, പക്ഷേ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ചില നന്മയുടെ സന്ദേശം അതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന മൂവിയാണെന്ന് നമ്മൾ
ഉറപ്പിച്ച് പറയാൻ കാരണം അതാണ്. ഇല്ലെങ്കിൽ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ കോമഡിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും. ഇത് നമ്മളെല്ലാവരും ഒരു കോൺഫിഡൻസ് കാണാൻ കഴിയുന്നില്ലേ? ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്. റൈറ്റിങ്ങിലായാലും സംവിധാനത്തിൻ്റെ കാര്യത്തിലായാലും ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും മ്യൂസിക്കിൻ്റെ കാര്യത്തിലായിരുന്നാലും നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും എല്ലാം നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്, നല്ല എഫേർട്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ 100% കൊടുത്തിട്ടുണ്ട്. ഇനി പ്രേക്ഷകർ പറഞ്ഞത് അതെ, പ്രേക്ഷകരെ മാക്സിമം ഹാപ്പി ആക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിനിമകൾ ഇപ്പം മാർക്കോ ആ സിനിമ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ജഗദീഷ് ചേട്ടൻ്റെതായി ഇറങ്ങുന്ന എല്ലാ സിനിമയും ഏകദേശം ഒരു ഫീൽ ഗുഡ് എന്ന് പറയാൻ പറ്റും. ഫീൽ ഗുഡ് പറയാൻ പറ്റില്ല, അതാണ് പറഞ്ഞത്. അതിനകത്ത് കുറെ അടുത്ത കാലത്ത് ചെയ്ത് അതെ അടുത്ത കാലത്ത് ചെയ്തതിൽ റോഷാക്ക് ആയിക്കോട്ടെ ഫീൽ ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റോഷാക്കൊക്കെ ഹാർഡ് റിയാലിറ്റിയാണ്. അതിൽ ഞാനും ഷറഫുദ്ദീനും ഉണ്ട്. അപ്പോൾ റോഷാക്ക് ആയിക്കോട്ടെ, ഓസ്ലർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള മാർക്കോ ആയിക്കോട്ടെ, പിന്നെ കിഷ്കിന്ദ കാണ്ഡം ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ വേറെ തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അല്പം ഡാർക്കായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പലതും ഞാൻ അവതരിപ്പിച്ചില്ല. അപ്പോൾ പ്രേക്ഷകർ ചോദിക്കാൻ തുടങ്ങി, ഹ്യൂമർ വിട്ടോ, ഹ്യൂമർ ഉപേക്ഷിച്ചോ, എന്താ ഹ്യൂമർ ഇഷ്ടമല്ലേ, അത് കുറഞ്ഞ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഹ്യൂമർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഞാൻ ചാടി വീണു, കൂടുതൽ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ അതിനകത്ത് ഹ്യൂമറുണ്ട്, ധാരാളം സാധ്യതയുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഹ്യൂമറായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ വിഷ്ണു പലപ്പോഴും എൻ്റെ അടുത്ത് ചിലപ്പോൾ ചേട്ടാ കുറച്ചുകൂടെ ഒന്ന് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പലപ്പോഴും ആവശ്യപ്പെടും. ഞാൻ പറയും, വിഷ്ണു ഈ ചെയ്തത് ഈ ലിമിറ്റ് ഇനി കൂടി പോവില്ലേ? ഇല്ല ചേട്ടാ കൂടി പോവില്ല, ഞാനല്ലേ ഗ്യാരണ്ടി എന്ന്, ചേട്ടൻ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി ചെയ്തോളൂ. ഞാൻ പറഞ്ഞു, പഴയ കാലത്ത് നിന്ന് മാറി ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ. കാലം മാറി, അത് മാറിയിരുന്നാലും ആ പഴയ കാലത്തിന് അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ട് ചേട്ടാ, അതുകൊണ്ട് ചേട്ടൻ കുറച്ചുകൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാം, ഞാനല്ലേ ഗ്യാരണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എന്നെ വിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാം, ഇത് ഡയറക്ടർക്ക് വേണ്ടി, ആദ്യം ചെയ്തത് ഞാൻ എനിക്ക് വേണ്ടി, ഇതിലേത് നല്ലതാണെന്നുള്ള ഫൈനലിൽ നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിക്കണം, അത് ഏറ്റു ചേട്ടാ എന്ന് പറയും. പക്ഷേ പിന്നീട് ആ കൺവിക്ഷൻ പറയുമ്പോൾ രണ്ടാമത് ഷോട്ട് വിഷ്ണു അടുപ്പിച്ചിട്ട് പറയും, ചേട്ടാ രണ്ടാമത് തന്നെയാണ് നല്ലത്, ഇതേ ഞാൻ വയ്ക്കുള്ളൂ. ഞാൻ പറയും ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ പരിവച്ചിട്ട് കാര്യമില്ല. പുള്ളി അത്രയും കൺവിൻസ്ഡ് ആണെങ്കിൽ, ഒരാൾ ഇത് ശരിയാണ് എന്ന് പറയാൻ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. നേരെ മറിച്ച് എനിക്കിപ്പോൾ കൺഫ്യൂഷൻ ആയി ചേട്ടാ, ഇപ്പം ആദ്യത്തെ വയ്ക്കണോ അത് രണ്ടാമത്തെ വയ്ക്കണോ, ആകെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺഫ്യൂഷൻ. നമുക്കൊരു ടെൻഷൻ. ഇത് വിഷ്ണു രണ്ടാമത്തെ ടേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണു തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ടേക്ക് തന്നെയാണ് നല്ലത്, അതേ ഞാൻ വയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് കോൺഫിഡൻ്റ് ആണ്, കൺവിക്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു കാര്യം അത് നന്നായിരിക്കുന്നു എന്ന് പറയാൻ ഒരു മനസ്സുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പല രീതിയിൽ ഇപ്പം ഇതിൽ ജയവിഷ്ണു ആയിക്കോട്ടെ, വിപിൻ ആയിക്കോട്ടെ, സംവിധായകൻ വിഷ്ണു ആയിക്കോട്ടെ, ചില ഷോട്ടൊക്കെ കഴിയുമ്പോൾ എന്നെയും ഷറഫുദ്ദീനെയും കല്യാണിയും ഒക്കെ വന്ന് നമ്മൾ അഭിനന്ദിക്കാറുണ്ട്. ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചൊന്നും അല്ലെങ്കിലും ചേട്ടാ നന്നായിരുന്നു, വർക്കാണ് ചേട്ടാ വർക്ക് എന്ന് പറഞ്ഞ് ഇവർ അടുത്ത ഷോട്ടിലോട്ട് പോകും. അല്ല കൂടുതൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. ചേട്ടാ അതിൻ്റെ ഓരോ അഭിനയവും ചേട്ടാ എന്താ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറയാനൊന്നുമില്ല. അടുത്ത ഷോട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇത്രയായിരിക്കും പറഞ്ഞത്, ചേട്ടാ അത് നന്നായിരുന്നു ചേട്ടാ, അതെ ആ ക്യാമറ അവിടെ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാസിങ്ങിൽ കിട്ടുന്ന ഒരു കോംപ്ലിമെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറയുന്നതാണ്. അപ്പോൾ അടുത്ത ഷോട്ടിൽ നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും, ആവേശം വരും. അപ്പോൾ ആ സെറ്റിൽ നമ്മളെ ലൈവായിട്ട് നിലനിർത്തുന്നത്, നമ്മൾ സീൻ ഓവർ എന്ന് പറഞ്ഞാലും അടുത്ത സീൻ കഴിഞ്ഞാൽ വേണമെങ്കിൽ ചേട്ടാ അടുത്ത ഷോട്ടിലില്ല അല്ലെങ്കിൽ അടുത്ത സീനിലില്ല എന്ന് പറയാൻ നേരത്ത് ഞാൻ കാരവനിലോട്ട് ഓടിപ്പോയില്ല, വീണ്ടും അവിടെ തന്നെ ഇരിക്കും. എന്താണ് നടക്കുന്നത്? ഷറഫുദ്ദീൻ്റെ നമ്പറുകളൊക്കെ ഒന്ന് കാണട്ടെ, ഷറഫുദ്ദീൻ്റെ അച്ഛനായിട്ടല്ലേ ഞാൻ, അപ്പം എന്തൊക്കെ നമ്പർ ഇടുന്നതാണെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ, അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഇരുന്ന് കാണും. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ചേട്ടാ ഈ സീനിലില്ല, ഞാൻ കുഴപ്പമില്ല ഞാൻ കാണട്ടെ, അല്ലെങ്കിൽ അസീസിൻ്റെ അഭിനയം കാണട്ടെ, അപ്പം സായികുമാറിൻ്റെ അഭിനയം കാണട്ടെ, അപ്പോൾ ഇതെല്ലാം കാണുന്ന ഭയങ്കര, കല്യാണിയുടെ അഭിനയം കാണട്ടെ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു രസമാണ്. ആ ഷൂട്ടിങ്ങിൻ്റെ അറ്റ്മോസ്ഫിയറിൽ അവിടെ തന്നെ ഇരുന്ന് ഇതെങ്ങനെയാണ് സംവിധായകൻ ഷോട്ട് വയ്ക്കുന്നത്, ഇതെങ്ങനെയാണ് അതിനെ പൊലിപ്പിക്കുന്നത്, ക്യാമറാമാൻ അതൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമാണ്. എനിക്ക് ആ താല്പര്യം നശിക്കാത്തതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞതിനോട് ആഡ് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും സിനിമയിൽ പറയാൻ പറ്റാത്തൊരു സീനാണ്. എന്നാൽ പോലും നമ്മുടെ ജഗദീഷന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കൈ അടിച്ച് വിട്ടു നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ മൊത്തം പ്ലാൻ ചെയ്ത സീനുകളും ക്യാരക്ടേഴ്സും ആ സീനും ഫുള്ളി വെൽ റിട്ടേൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അത്രയും നമ്മൾ പണിയെടുത്തിട്ടുണ്ട് പ്രീയിൽ. അതിൽ തന്നെ പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഒരു സീനിൽ എടുക്കേണ്ട ഒരു സാധനം വന്നപ്പോൾ ആ പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ വർക്ക് ആവുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് എടുക്കാൻ പോയപ്പോഴാണ് ആ വരേണ്ട ആർട്ടിസ്റ്റിന് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ആ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പാണ്. അപ്പം ഞങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ഇപ്പോൾ ഈ സീൻ എടുത്തേ പറ്റൂ, പക്ഷേ ഈ പറയേണ്ട ആള് ആ ഒരു മേജർ സീനുമാണ്, അവിടെ ആളുമില്ല. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ ആക്ച്വലി ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നമ്മളോട് അത്രയും ദിവസം നിന്ന് രാജ്കുമാറായിട്ട് ഫുൾ നിന്നത് കൊണ്ട് തന്നെ ആളെന്ത്
ആ രീതിയിൽ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. ഞാനും വിഷ്ണു ചേട്ടനും ബേബി ഞങ്ങൾ അവിടെ ഇങ്ങനെ സംശയം എന്ത് ചെയ്യും, ജഗദീഷ് ചേട്ടനോട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങളെല്ലാം തന്നെ ജഗദീഷ് ചേട്ടനുണ്ട്. അപ്പൊ അതിനെ ഞങ്ങൾ ഒരു സാധനം യൂസ് ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ വേർഡിച്ച് എന്നിട്ട് ജഗദീഷ് ചേട്ടനെ ഷർഫിനെ അങ്ങോട്ട് വിട്ടുകൊടുത്തു. അപ്പൊ ജഗദീഷ് ചേട്ടൻ ഷർഫിനെ ആ സീൻ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ മനോഹരമായിട്ട് അവർ ചെയ്തു. ഇപ്പോഴും ഞങ്ങൾ പോസ്റ്റിൽ കാണുമ്പോൾ ദൈവമേ നമ്മൾ രക്ഷപ്പെട്ടല്ലോ ആ സീൻ എന്നുള്ള സാധനം പറയുന്നത്. സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് എപ്പോഴും അത് എന്താണ് നമ്മൾ പറഞ്ഞെന്ന് പിന്നീട് എപ്പോഴും ഞാൻ പറയാം. പക്ഷെ അത് അങ്ങനെ ഒരു നമ്മൾ അത്രയും ഇൻവോൾവ് ആയി ചെയ്തത് കൊണ്ടും ജഗദീഷ് ചേട്ടൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞ ജഗദീഷ് പറഞ്ഞപ്പോഴും ഇല്ല. പക്ഷെ ഇവർ രണ്ടുപേരും അത് വന്നത് ചെയ്തപ്പോൾ ഞങ്ങളങ്ങ് ഭയങ്കര റിലീഫായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ ഒരു സീൻ മേളിൽ പോകുന്നു. സിനിമയിൽ ഹോട്ടൽ ലൊക്കേഷൻ പറഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിൽ എന്റെ സീൻ കഴിഞ്ഞു. ഞാൻ നാളെ വെളുപ്പിന് പോവാം, തിരുവനന്തപുരത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ റൂമിൽ ഇരുന്നിട്ട് എനിക്ക് അവരുടെയൊക്കെ അഭിനയം കാണണം. ഞാൻ താഴെ ഇറങ്ങി വന്നു, താഴെ ഇറങ്ങി കുളിച്ച് റെഡിയായി വന്നിട്ട് ഞാൻ നിൽക്കുമ്പോൾ ചേട്ടൻ പോയില്ലേ, ഞാൻ നാളെ വെളുപ്പിനെ പോകുന്നു. ചേട്ടാ വാ ചേട്ടാ, മേക്കപ്പ് ഇവിടെ. ദൈവം നമ്മളുടെ കൂടി ഈ സിനിമയുടെ കൂടെ നമ്മൾ ചിന്തിച്ച മൊമെന്റ് ഞങ്ങൾ തലക്ക് കൊടുത്ത് എന്ത് ചെയ്യുക എന്ന് ആലോചിച്ചപ്പോ ചേട്ടൻ കഴിഞ്ഞു പോയി. ജഗദീഷ് ചേട്ടൻ പോയില്ലെന്ന് ചേട്ടൻ കുളിച്ചൊന്നും തന്നെ ഇറങ്ങി വരുന്നു. അപ്പൊ ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു ഈ സിനിമയെ ഇനി ലൈഫ് ലോങ് പോലെ ഈ സിനിമയിലെ ഏറ്റവും വലിയ മൊമെന്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നത്. ജോക്കൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, കഥ വന്ന് ഭവിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഒരു സെറ്റിൽ താഴെ ഇറങ്ങി വന്നത് എന്തുകൊണ്ടാ? ഈ ഷൂട്ടിങ്ങിന്റെ ഒക്കെ കണ്ട് രസമായിട്ട് നമ്മൾക്ക് റൂമിനകത്തിരുന്ന് ബോറടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഷൂട്ടിംഗ് എന്താണെന്ന് നടക്കുന്നതെന്ന് അറിയാന്നുള്ളതുകൊണ്ട് ഇപ്പോഴും ജഗദീഷ് ചേട്ടൻ വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്നത്, ഇപ്പോഴും എന്താണ് ഷൂട്ടിംഗ് സൈറ്റിൽ നടക്കുന്നതെന്ന് സീൻ ഇപ്പോഴും മൈൻഡിലുണ്ട്. നമ്മുടെ മനസ്സിലാക്കി ഏതോ സുന്ദരിയായി വരുന്നേക്കാണല്ലോ ജഗദീഷ് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നമ്മൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അല്ല, നമുക്ക് ആളെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ ഒരേപോലെ. ഓക്കെ, ഇപ്പം ഷറഫ് പ്രതിച്ഛായയിൽ ഇപ്പം വില്ലനായിട്ടാണ് വന്നത്. ഇപ്പം ബി ഉണ്ണികൃഷ്ണന്റെ സിനിമകൾ എടുക്കുമ്പോൾ ഇപ്പം അടുത്തിലേക്ക് നോക്കുന്ന സിനിമകൾ കാണുമ്പോൾ അതിൽ അദ്ദേഹം വില്ലനായിട്ട് വെക്കുന്നത് ഇപ്പം KGF-ലെ വില്ലൻ, ബാഹുബലിയിലെ വില്ലൻ. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കാണ് വില്ലൻ വേഷത്തിൽ ഷറഫുദ്ദീൻ വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? സൂക്ഷിച്ച് പറയണം, KGF ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കമ്പാരിസൺ? കമ്പാരിസൺ നന്നായിരുന്നു. അല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ പുള്ളിയുടെ മുൻപുള്ള സിനിമകളിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളും അതിലെ വില്ലന്മാരും ഭയങ്കര നല്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ പക്ഷേ ഒരു കാര്യം പറയാം, ഞാൻ അദ്ദേഹത്തിനെ ഒരു ഇവന്റിൽ വെച്ച് കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്, പുതിയ നിവിൻ പോളി സിനിമയിൽ സാറിന് നല്ലൊരു വില്ലൻ വേഷം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞതാണ്. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻസ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അതൊരു പ്രതിനായകനായിട്ട് തന്നെ എപ്പോഴും അത് നിർത്താറുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ആ പ്രതീക്ഷയോടാണ് ചോദിച്ചത്. തീർച്ചയായും അതേപോലെ തന്നെയാണ് ആ ക്യാരക്ടർ ഡിസൈൻ ഉണ്ടായിരുന്നത്. അന്ന് തന്നെ എന്നെ വൈകിട്ട് വിളിച്ച് ഞാൻ കഥ കേട്ടു, പിറ്റേ ദിവസം കഥ കേട്ടു. അങ്ങനെ വേഗം അത് ഓക്കെ പറയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നോ. പലപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പലപ്പോഴും ചർച്ച ചെയ്യാനും ഞാനും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് പല ടെൻഷൻസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതൊക്കെ ഓക്കെ ആണോ, നമ്മൾ പിടിക്കുന്നത് ഇത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഓക്കെയാണ്. അപ്പം അത് ചിലതെല്ലാം ഞാൻ സാറേ അത് നമുക്ക് ശരിയാവോ എന്ന് പറയാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അതിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള മുഹൂർത്തങ്ങൾ കുറെ ഉണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഒരു സ്റ്റൈലും സ്വാഗുമാണ്. അത് ഞാൻ പക്ഷെ അത് എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര ടെൻഷനുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വർക്ക് ആവുന്നുണ്ടോന്ന് ഞാൻ കൃത്യമായിട്ട് നോക്കാറുണ്ട്. ഉണ്ട്, നമ്മള് എപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന നല്ലതാണല്ലോ. അതാണ്. കല്യാണിയിലേക്ക് വരിക, ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഡാൻസ് നല്ലൊരു നർത്തകിയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഇല്ല, പാട്ട് പാടുന്നത് കണ്ടിട്ടില്ല, ശരിക്കും ഫോളോ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വെറുതെ പറയുന്നില്ല. അതുകൊണ്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, കണ്ടന്റ് ക്രിയേഷൻ കണ്ടിട്ട്. പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ ബാച്ചിലേഴ്സിന് വീട് കിട്ടാത്ത ഇവരുടെ ഒരു റീൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അപ്പം ഇതൊക്കെ ചെയ്തത് സ്വന്തം ഐഡിയ കൊണ്ടായിരിക്കുമല്ലോ, റീൽ ക്രിയേഷനും കാര്യങ്ങളും. സിനിമയിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ സിനിമയിലേക്ക് വന്ന് ഇവർ ഈ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കി പഠിച്ചു. എന്തെങ്കിലും ഭാവിയിൽ ഒന്ന് ഡയറക്റ്റ് ചെയ്യാമോ? അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഒരു സിനിമയല്ലേ, അതിൻ്റെതായ
പ്രോസസ്സിൽ എനിക്ക് കിട്ടിയ ലെസൺസ് ഉണ്ട്. കുറച്ച് ടെക്നിക്കലി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അല്ല, എന്നാലും ഇവരുടെ കൂടെയൊക്കെ ആണല്ലോ എല്ലാവരും. ഇങ്ങനെ എന്താ പറയുക, പുതിയ നായികയാണ് അങ്ങനെ ഒരു മാറ്റി നിർത്തുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഫ്രണ്ട്സിനെ പോലെയാണ്. സോ അതിൻ്റെതായ നോളജസ് അത്രേ ഉള്ളൂ. ഇപ്പൊ ചേട്ടൻ പഴയ കാലം തൊട്ട് ഇന്ന് വരെ സിനിമയിൽ സജീവമായി ഒരിക്കലും ജഗദീഷ് എന്ന് പറഞ്ഞ ആള് എവിടെ പോയി കുറെ നാളായാലോ കണ്ടിട്ട് അങ്ങനെ ഒരിക്കലും മലയാളികൾക്ക് അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർക്ക് പറയേണ്ടി വന്നിട്ടില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരാളെന്ന നിലയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പണ്ടത്തെ സിനിമയിലും ഇപ്പോഴത്തെ സെറ്റിലും സിനിമ സെറ്റുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചേട്ടൻ ഇപ്പൊ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, അൾട്ടിമേറ്റ്ലി എന്ത് റൂള് വന്നിരുന്നാലും ഇതൊരു വ്യവസായമാണ്. നിർമ്മാതാക്കളെയൊക്കെ നിലനിർത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അപ്പോൾ അതാണ് ഇതിനകത്ത് കൂടുതലുണ്ട്. ഒരു പടം സക്സസ് ആയി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളെല്ലാവരും. ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് സക്സസ് ആക്കുക എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയെന്ന് പറയിക്കാൻ ചില ചിത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടെ അത് എന്ത് നിയമവും അപ്പം നമ്മൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം. എന്നാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ഉറക്കമൊഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ അടുപ്പിച്ച് നിന്നാൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളെ മാത്രമല്ല, യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ചെയ്യുമായിരിക്കും, പക്ഷേ അത് ആരോഗ്യത്തിനെ ബാധിക്കും. ഉറക്കം എന്നുള്ളൊരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഇപ്പോൾ 2-3 ദിവസം ഫുൾ നൈറ്റ് പോകുമെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ എന്നും നൈറ്റാണെന്ന് പറഞ്ഞാൽ പകൽ ഇതേപോലെ ഉറങ്ങി മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രൊഡ്യൂസറും ബോധവാനാകണം. നേരെ തിരിച്ച് പ്രൊഡ്യൂസറിൻ്റെ പോക്കറ്റ് നമ്മൾ നോക്കുകയും വേണം. അപ്പം അങ്ങോട്ട് ഇതൊരു എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുള്ള ചിന്തയാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഞാൻ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ ബ്രേക്ക് ഒക്കെ വിളിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു, നമുക്ക് ചിലപ്പോൾ ബ്രേക്ക് വിളിക്കാൻ ഇത്തിരി വൈകാം, ലഞ്ച് ബ്രേക്ക് വിളിക്കാൻ വൈകാം, ലഞ്ച് ബ്രേക്ക് ഇത്തിരി ലേറ്റ് ആയിട്ട് വിളിക്കാം. അപ്പം നമുക്കൊരു സീൻ തീരും, ഒരുപാട് ഇതുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് ഈ 1:30 ലഞ്ച് അല്ലെങ്കിൽ 1:15 ലഞ്ച് കഴിച്ചിട്ട് ഇദ്ദേഹം കഴിക്കുന്ന ഏതെങ്കിലും മരുന്നൊക്കെ ഉണ്ടാവും. ഈ യൂണിറ്റിൽ അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ടാവും, ഒരു മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെല്ലാം നമ്മൾക്കത് ചിലപ്പോൾ നമ്മുടെ തലയിലേ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ. അപ്പൊ ഏജ് എന്ന് പറയുന്നത് പല ഏജിലുണ്ടാവും. 20s സിനിമ ചെയ്യുന്ന ഒരു ക്രൗഡും അല്ലെങ്കിൽ 50+ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു സ്പേസിലേക്ക് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു എനർജി ലെവലും അതിൻ്റെ സിറ്റുവേഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ സ്ലീപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരെയും അതിലൊക്കെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്തി ആയിട്ട് എല്ലാവരും ഇരിക്കുക എന്നുള്ളത്. പിന്നെ മാത്രമല്ല, യൂണിറ്റിലുള്ള അവരിപ്പം ലൈറ്റ് ക്യാരി ചെയ്യുന്നവരും ഈ സിനിമയോടുള്ള വലിയ സ്നേഹമുള്ളവരാണ്. നമ്മൾ അഭിനയിക്കുമ്പോൾ ഏറ്റവും താല്പര്യത്തോടെ കണ്ട് ആസ്വദിക്കുന്നത് ഈ ലൈറ്റ് ചെയ്യുന്ന അവരാണ്, ആ എംപ്ലോയീസാണ്. ലൈറ്റ്മെൻ എന്ന് പറയുന്ന അവർ വെറുതെ ലൈറ്റ് ഇങ്ങനെ റെഡിയാക്കി വെക്കുക മാത്രമല്ല, അവർ ലൈറ്റ് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അഭിനയിക്കുന്നത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ അവരും ഉണ്ട്. ചില ഷോട്ടൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഒരു ചിരിക്ക് പിന്നെ ചിലപ്പോൾ നമ്മൾ സെറ്റിൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മളൊരു സംഭവം രസകരമായിട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു ചിരി അവർ തരും. അത് ചിലപ്പോൾ അത് നമുക്ക് ഉറപ്പായിരിക്കും ആ സീൻ വർക്കാണെന്നുള്ളത് സത്യമാണ്. ചിലപ്പോൾ അപ്പൊ പറയാൻ സമയം കിട്ടിയില്ലേ പിറ്റേ ദിവസം രാവിലെ വരുമ്പോ ഈ ലൈറ്റ്മെന്റിൽ വരും നിലത്തെ കലക്കേട്ടാ എന്ന് പറയും. നമുക്ക് ആദ്യം ഇത് ചെയ്ത് അപ്പൊ തന്നെ കിട്ടുന്ന അപ്രീസിയേഷൻ അവിടെ നിന്നാണല്ലോ. ഡയറക്ടർ പറയും, അല്ലെങ്കിൽ അതിന്റെ മെയിൻ ക്രൂ പറയുന്ന പോലെയല്ല, ഇവര് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ഈ ചായ കൊണ്ടുവരുന്ന നമ്മുടെ അവര് തന്നെ ചിലപ്പം ഒന്ന് കണ്ടിട്ട് ഇതൊക്കെ എവിടുന്ന് കേട്ടോ ഈ കോമഡി, ഇതൊരു ജോലി പോലെ അല്ല പലപ്പോഴും. അതാണ് എല്ലാവരും ഭയങ്കര സ്ട്രെയിൻ എടുത്താലും വർക്ക് ചെയ്യും, അറിയില്ല സ്ട്രെയിൻ. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് എല്ലാവർക്കും ഹെൽത്തിന്. ഓക്കെ, എന്തായാലും നിങ്ങളുടെയൊക്കെ കോൺഫിഡൻസ് കാണുമ്പോൾ നമുക്കും മധുവിധ തിയേറ്ററിൽ പോയി കാണാനുള്ള കോൺഫിഡൻസ് കൂടുന്നുണ്ട്. അത് തന്നെയാണ് പ്രേക്ഷകർക്കും തോന്നുന്നത്. സോ എന്തായാലും ഈ സമ്മർ വെക്കേഷനും ഈ വിഷുക്കാലമൊക്കെ മധുവിധയിലൂടെ നമ്മുടെ പ്രേക്ഷകരെ എൻജോയ് ചെയ്യട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.